ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 23-ാം ദിവസം. നോമ്പ് എന്നാൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനുള്ള ചിറകാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം നിത്യതയുടെ ഇടുക്കുവാതിൽ അഥവാ ദ നാരോ ഡോർ ഓഫ് എറ്റേണിറ്റി എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെ, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 7 to 14. ഇതിൽ യേശു കർത്താവ് നമ്മളോട് പറയുന്നത് വിശ്വാസത്തോടുകൂടി നമ്മൾ എന്താവശ്യപ്പെട്ടാലും അത് നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു വസ്തുതയാണ്. ഇതിനായി യേശു കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു വാക്യമുണ്ട്. അതിപ്രകാരമാണ്: മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ, അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? രണ്ട് കാര്യങ്ങൾ യേശു കർത്താവ് തന്റെ കേൾവിക്കാരോട് ചോദിക്കുകയാണ്. മകൻ അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ, അതോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് ഒരപ്പനും അപ്രകാരം ചെയ്യാൻ കഴിയുകയില്ല, അപ്രകാരം ചെയ്യാനായിട്ട് കഴിയുകയുമില്ല. അതുപോലെ തന്നെയാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനും നമുക്ക് നന്മകൾ നൽകാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളും പല ആവർത്തി വിശ്വാസത്തോടു കൂടെ ചോദിച്ചിട്ടും എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ എപ്രകാരമാണ് എൻ്റെ വിശ്വാസം? അളക്കുകയാണോ, അതോ വിശ്വാസമില്ലാതെയാണോ ഞാൻ ചോദിച്ചിട്ടുള്ളത്? അവിടെയാണ് നന്മ എന്ന വസ്തുത യേശു കർത്താവ് എടുത്തു പറയുന്നത്. നന്മകൾ നൽകാറില്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ രണ്ട് തലത്തിൽ ചിന്തിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കേണ്ടതായ നന്മകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ടുള്ള നന്മ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ പാപമോചനം തന്നെയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും അത് നമ്മുടെ പാപങ്ങളെയൊക്കെ മോചിപ്പിക്കുവാനുമായിട്ടാണ്. അപ്പോൾ യേശു കർത്താവ് ആദ്യമായിട്ട് നമുക്ക് നൽകുന്ന നന്മ എന്ന് പറയുന്നത് അത് പാപത്തിന്റെ മോചനമാണ്. അത് നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നിലുമല്ല, കുമ്പസാരം എന്ന കൂദാശയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന, യേശുവിനോട് ചോദിക്കുന്ന ആദ്യത്തെ കാര്യം, നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കുക. ആ നന്മ നമുക്ക് ലഭിക്കാറുമുണ്ടോ? അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും. അത് സമൃദ്ധമായിട്ട് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകാറുണ്ട്. എന്നാൽ മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില ആവശ്യങ്ങളുണ്ട്. അതായത് ജോലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, പണത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ, കടബാധ്യതകൾ മാറണമെന്നുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം തുറന്നു കാട്ടുകയും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയും ചെയ്യാറുമുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് നടക്കാറില്ല. അത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? ചിലപ്പോൾ ചില കാര്യങ്ങൾ അത് നമ്മുടെ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങളൊക്കെ തടസ്സം നേരിടേണ്ടതായി വരുന്നത്. യേശു കർത്താവിന്റെ മാതൃക തന്നെ നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം. യേശു കർത്താവ് കുരിശുമരണത്തിനായി ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് പറയുന്ന ഒരു വാക്കാണ്, എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. അവിടെയൊക്കെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ വിശ്വാസപരമായി മാറേണ്ടത്. നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. എന്നിരുന്നാലും ദൈവഹിതത്തിന് നമ്മളെയൊക്കെ വിട്ടുകൊടുക്കാനായിട്ട് കഴിയണം. അവിടെയാണ് യേശു കർത്താവ് പഠിപ്പിച്ചു നൽകുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ തലം ഉയർന്നു വരുന്നത് അവിടെയാണ്. എൻ്റെ ഹിതം ദൈവഹിതത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് കഴിയണം. അവിടെയാണ് നമ്മുടെ വിശ്വാസം അടിയുറച്ചതായിട്ട് മാറുന്നത്.
അവിടെയാണ് നമ്മൾ ദൈവത്തോട് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുവാനായി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വിചിന്തനം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ചിന്ത നമ്മളിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശു കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും നമ്മൾ ചോദിക്കുന്നത് എന്ത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ നന്മകൾക്ക് വേണ്ടി മാത്രമാണ് സ്വർഗസ്ഥനായ പിതാവ് നിലനിൽക്കുന്നത് എന്ന ബോധ്യം നമുക്ക് നേടിയെടുക്കാം. അതുവഴിയായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളിതുവരെ നടന്നുപോയ വിശ്വാസ പാതകൾ പല ആവർത്തി നമുക്ക് ചോദിച്ച കാര്യങ്ങൾ ലഭിക്കാത്തപ്പോൾ ദൈവത്തോട് മറുതലിച്ചു നിന്ന സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. അതോടൊപ്പം യേശു കർത്താവിൻ്റെ മക്കളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരപ്പെടാം. അതിന് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.